മീരെ, താഴേക്ക് വാ. സരയുടെ ഉറക്കെ വിളി കേട്ട് മീര പതിയെ പടികൾ ഇറങ്ങി. ഹാളിലെത്തിയപ്പോൾ അവളൊന്ന് ഞെട്ടി. അവിടെ ഇരുന്നിരുന്ന ആളുകൾ അവൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. കറുത്ത സ്യൂട്ട് ധരിച്ച കുറച്ചാളുകൾ. അവരുടെ നടുവിൽ ഒരു സോഫയിൽ കാലിന്മേൽ കയറ്റിയിരിക്കുന്ന ഒരാൾ. ഏകദേശം 30 വയസ്സ് പ്രായം. ഗൗരവമുള്ള മുഖം, കൂർമ്മമായ കണ്ണുകൾ. അവനാണ് അർജുൻ വർമ്മ, കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ബിസിനസ്സുകാരിൽ ഒരാൾ. പക്ഷേ ആളുകൾ അയാളെക്കുറിച്ച് പറയുന്നത് മറ്റൊന്നായിരുന്നു. അവനുമായി പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ ആരും രക്ഷിക്കില്ല. വളരെ അപകടകാരിയാണ്. മാഫിയ ലോകത്തും വളരെ പിടിയുണ്ട്. ഇതൊക്കെയാണ് അവനെപ്പറ്റി മീര കേട്ടിരുന്നത്. അതിനാൽ തന്നെ അവളുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. സരള സന്തോഷത്തോടെ ചിരിച്ചു പറഞ്ഞു, ഇതാണ് എൻ്റെ മകൾ മീര. അർജുൻ ഒരു നിമിഷം അവളെ നോക്കി. പക്ഷെ അവൻ ഒന്നും പറഞ്ഞില്ല. ആ നോട്ടത്തിൽ പോലും എന്തോ ഒരു ശക്തി ഉണ്ടായിരുന്നു. മീര അറിയാതെ കണ്ണുകൾ താഴ്ത്തി. കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരും പോയി. മീര അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മേ, ഇവർ ആരാണ്? സരള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വരൻ. മീരയുടെ മുഖം വിളറി വെളുത്തു. എന്ത്? എന്താ അമ്മ ഈ പറയണേ? അതെ, അടുത്ത ആഴ്ച വിവാഹം നടക്കും നിന്റെ. അത് തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മേ, തമാശ പറയല്ലേ. ഇത് തമാശ പറയേണ്ട ഒന്നല്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ അമ്മേ, എനിക്ക് അയാളെ അറിയുക പോലുമില്ല. എന്നിട്ട് ഞാൻ അയാളെ വിവാഹം കഴിക്കാനോ? നീ അറിയണ്ട. എനിക്ക് വിവാഹം വേണ്ട. ഞാൻ സമ്മതിക്കില്ല. സരളയുടെ മുഖം പെട്ടെന്ന് മാറി. വേണ്ടെങ്കിൽ നീ ഈ വീട്ടിലെ കടം മുഴുവൻ അടക്കുമോ? അതിന് എന്നെ വിറ്റുകൊടുക്കണോ? ആ ചോദ്യം കേട്ട് സരള ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നീട് തണുത്ത സ്വരത്തിൽ പറഞ്ഞു, അതെ. ആ ഒരു വാക്ക് മീരയുടെ ഹൃദയം തകർത്തു. വിവാഹ ദിവസം എത്തി. മണ്ഡപം നിറയെ ആളുകൾ, വില കൂടിയ അലങ്കാരങ്ങൾ, സ്വർണം പോലെ തിളങ്ങുന്ന ലൈറ്റുകൾ. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഒരാൾ ഒഴികെ, മീര. അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. വിവാഹ വസ്ത്രം ധരിച്ച് അവൾ ഒരു പാവയെപ്പോലെ ഇരുന്നു. അപ്പോഴാണ് അർജുൻ അവളുടെ അടുത്ത് വന്നിരുന്നത്. ആദ്യമായി അവൾ അവനെ അടുത്തു കണ്ടു. എല്ലാവരും പറഞ്ഞതുപോലെ ഭീകരനായി തോന്നിയില്ല. പക്ഷെ അയാളുടെ മുഖത്തൊരു ഗൗരവമുണ്ടായിരുന്നു. താലി കയ്യിലെടുത്തപ്പോൾ മീരയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീണു. അത് അർജുൻ ശ്രദ്ധിച്ചു. ഒരു നിമിഷം അവൻ നിശ്ചലനായി. പിന്നീട് പതിയെ താലി കഴുത്തിൽ ചാർത്തി. വിവാഹം കഴിഞ്ഞു. എല്ലാവരും ആശംസകൾ നേർന്നു. രാത്രി അർജുൻ്റെ വീട്. മീര ഇത്ര വലിയ വീട് ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവളൊരു വലിയ മുറിയിലേക്ക് കൂടി കൊണ്ടുപോയി. അവൾ അവിടെ ഒറ്റയ്ക്കിരുന്നു. ഹൃദയം ഭയത്തോടെ ഇടിക്കുകയായിരുന്നു. കാരണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്കറിയില്ല. സിനിമകളിൽ കണ്ടതും കഥകളിൽ കേട്ടതും എല്ലാം മനസ്സിലേക്ക് വന്നു. കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറന്നു അർജുൻ അകത്തേക്ക് വന്നു. മീര പേടിച്ചെഴുന്നേറ്റു. അവളുടെ കൈകൾ വിറക്കുകയായിരുന്നു. അത് കണ്ട അർജുൻ ഒരു നിമിഷം അവളെ നോക്കി. ശേഷം അവൻ ശാന്തനായി പറഞ്ഞു, നീ എന്താ, എന്നെ പേടിക്കുന്നുണ്ടോ? മീര ഒന്നും മിണ്ടിയില്ല. അവളുടെ നിശബ്ദത തന്നെ മറുപടിയായിരുന്നു. അർജുൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. പേടിക്കണ്ട. അവൻ മേശപ്പുറത്തുണ്ടായിരുന്ന വെള്ളം എടുത്തു കുടിച്ചു. വീണ്ടും അവളെ നോക്കി. ഈ വിവാഹം നിനക്കിഷ്ടമല്ലെന്ന് എനിക്കറിയാം. മീര അമ്പരന്ന് അവനെ നോക്കി. അറിയാമോ? പിന്നെ എന്തിനാ? ചോദ്യം പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ചില കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടം പോലെ ഒന്നും നടക്കില്ല. മീരക്ക് ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ല. ഒരു കാര്യം മാത്രം പറയാം. നിന്റെ സമ്മതമില്ലാതെ ഞാൻ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. മീര അത്ഭുതത്തോടെ അവനെ നോക്കി. അവളത് പ്രതീക്ഷിച്ചിരുന്നില്ല. നീ കിടന്നോളും, എനിക്ക് കുറച്ച് വർക്ക് ചെയ്തു തീർക്കാനുണ്ട്. മീര വിശ്വസനീയമായി അവനെ നോക്കി. അവൻ ലാപ്പെടുത്തു ജോലികളിൽ മുഴുകി. അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെയല്ലല്ലോ ഈ മനുഷ്യൻ. അവൾ ഉറങ്ങാൻ കിടന്നു. അർജുൻ വർമ്മ ശരിക്കും ആരാണ്? കാരണം ഈ വിവാഹത്തിന് പിന്നിൽ മീര അറിയാത്തൊരു വലിയ രഹസ്യം ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ മീര കണ്ണു തുറന്നപ്പോൾ ജനലിലൂടെ സൂര്യപ്രകാശം മുറിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. അവൾക്ക് കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു. പുതിയ വീട്, പുതിയ ജീവിതം. അവൾ റൂം മുഴുവൻ നോക്കി. അർജുൻ അവിടെ ഇല്ലായിരുന്നു. ഒരു നിമിഷം അവൾക്ക് ആശ്വാസം തോന്നി. അപ്പോഴാണ് മുറിയുടെ വാതിൽ തുറന്ന് ജോലിക്കാരി അകത്തേക്ക് വന്നത്. മാഡം, സാർ താഴെ ബ്രേക്ക്ഫാസ്റ്റിന് കാത്തിരിക്കുന്നു. മീര അമ്പരന്നു. എന്നെയോ? അതെ മാഡം. അല്പസമയം കഴിഞ്ഞ് അവൾ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. വലിയ മേശ, അതിനു മുകളിൽ പലതരം ഭക്ഷണങ്ങൾ. അവയുടെ മുന്നിൽ ഇരുന്ന് പത്രം വായിക്കുകയാണ് അർജുൻ. ആൾ വന്നതറിഞ്ഞപ്പോൾ അവൻ പത്രം അടക്കി വെച്ചു. ഗുഡ് മോർണിംഗ്. മീരയ്ക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇരിക്കും. അവൾ പതിയെ ഇരുന്നു. അവളുടെ അസ്വസ്ഥത അർജുന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ ചായ ഒഴിച്ചുകൊണ്ട് ചോദിച്ചു,
നിനക്കിവിടെ എന്തെങ്കിലും അസൗകര്യം തോന്നുന്നുണ്ടോ? ഇല്ല. ഭക്ഷണം ഇഷ്ടമായില്ലേ? ഉം. പിന്നെ എന്താ ഒന്നും കഴിക്കാത്തത്? മീര ഒന്നും മിണ്ടിയില്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് ഇപ്പോഴും അവനെ പേടിയായിരുന്നു. അത് അർജുന മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. അർജുൻ രാവിലെ പുറത്തു പോകും. രാത്രി വൈകിയാണ് മടങ്ങി വരുന്നത്. അവർ സംസാരിക്കുന്നത് പോലും കുറവായിരുന്നു. മീര ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. വീട്ടിലെ എല്ലാവരും അർജുനെ ബഹുമാനിക്കുന്നുണ്ടായിരുന്നു. ഭയത്തോടെയല്ല, സ്നേഹത്തോടെ. അവൾ തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ വയസ്സായ ജോലിക്കാരൻ അവളുടെ അടുത്തേക്ക് വന്നു. മാഡം, പറയൂ. മാഡത്തിൻ്റെ മുഖമെന്താ എപ്പോഴും വല്ലാതിരിക്കുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ നിങ്ങൾക്കിടയിൽ? സാറിനെക്കുറിച്ച് എല്ലാവരും പറയുന്നതൊന്നും വിശ്വസിക്കരുത്. മീര ഒന്ന് ഞെട്ടി. എന്താ അങ്ങനെ പറയുന്നത്? ആ മനുഷ്യൻ ചിരിച്ചു. സാർ നല്ലൊരു മനുഷ്യനാണ്. ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന പലരുടെയും മക്കളുടെ പഠന ചെലവ് സാർ തന്നെയാണ് കൊടുക്കുന്നത്. എന്ത്? അതെ, ഞാൻ തന്നെ സാക്ഷിയാണ്. മീരയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ കേട്ടിരുന്ന കഥകളിലെ അർജുൻ ഇങ്ങനെയായിരുന്നില്ല. ഒരു വൈകുന്നേരം മീര ബാൽക്കണിയിൽ നിന്ന് ദൂരെയുള്ള മേഘങ്ങളെ നോക്കുകയായിരുന്നു. മഴ ചെറുതായി ചാറുന്നുണ്ടായിരുന്നു. താഴെ ഗേറ്റിന് സമീപം ഒരു കാർ വന്ന് നിർത്തി. അതിൽ നിന്ന് അർജുൻ ഇറങ്ങി. കറുത്ത ഷർട്ട്, നനഞ്ഞ മുടി. അവൻ മുകളിലേക്ക് നോക്കി. മീര ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ട് ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. മീര പെട്ടെന്ന് അകത്തേക്ക് ഓടി. എന്തോ കാരണത്താൽ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അന്ന് രാത്രി മഴ ശക്തമായി പെയ്തു. ഇടിയും മിന്നലും. മീരക്ക് ചെറുപ്പം മുതൽ ഇടിമിന്നൽ പേടിയായിരുന്നു. ഒരു വലിയ മിന്നൽ വെട്ടി. അവൾ അറിയാതെ ഞെട്ടി ഒച്ച വെച്ചു. അവളുടെ ശബ്ദം കേട്ട് അവൻ അവളുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു. വാതിലിൽ മുട്ടി. മീര. അവൾ വാതിൽ തുറന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അർജുന് മനസ്സിലായി. നിനക്കെന്താ ഇടിമിന്നൽ പേടിയാണോ? എങ്ങനെ മനസ്സിലായി? അർജുൻ ചിരിച്ചു. കണ്ണുകൾ കണ്ടാലറിയാം. പുറത്ത് വീണ്ടും വലിയ ഇടമുഴക്കം. മീര അറിയാതെ കണ്ണുകൾ അടച്ചു. അത് കണ്ട അർജുൻ്റെ മുഖത്ത് ഒരു മൃദുലമായ ചിരി വിരിഞ്ഞു. ഇത്രയും ധൈര്യമുള്ള പെൺകുട്ടി ഇത്ര പേടിക്കുമോ? ഞാൻ ധൈര്യമുള്ളവളൊന്നുമല്ല. ആര് പറഞ്ഞു നീ ധൈര്യമുള്ളവളല്ലെന്ന്? അവൻ ശാന്തമായി പറഞ്ഞു. നിന്നെ നിർബന്ധിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടും നീ ഇപ്പോഴും തകരാതെ നിൽക്കുന്നുണ്ടല്ലോ. വാക്കുകൾ കേട്ട് മീര അവനെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ പരിഹാസമൊന്നുമില്ലായിരുന്നു. ഒരു തരം ആദരവായിരുന്നു. മഴ കൂടിക്കൊണ്ടിരുന്നു. അർജുൻ ജനലിൻ്റെ അരികിലേക്ക് നടന്നു. നിനക്ക് മഴ ഇഷ്ടമാണോ? ഒരുപാട്. എനിക്കും. അല്പനേരം ഇരുവരും മിണ്ടാതെ മഴ നോക്കി നിന്നു. ആ നിശബ്ദത ഒട്ടും അസ്വസ്ഥമല്ലായിരുന്നു. ഒരു തരം ആശ്വാസമായിരുന്നു. വീണ്ടും അർജുൻ ചോദിച്ചു. മീര, നിനക്കെന്നെ ഇപ്പോഴും പേടിയാണോ? ആ ചോദ്യം കേട്ട് അവൾ നിശബ്ദനായി. സത്യം പറഞ്ഞാൽ ആദ്യ ദിവസത്തെ പോലെ പേടി തോന്നുന്നില്ലായിരുന്നു. പക്ഷെ അത് തുറന്നു പറയാൻ അവൾക്ക് മടിയായിരുന്നു. കുറച്ചൊക്കെ, അവൾ പറഞ്ഞു. അർജുൻ ചിരിച്ചു. അത് മതി. മുഴുവൻ പേടി പോയിട്ടില്ലെങ്കിൽ ഇനിയും എനിക്ക് അവസരമുണ്ട്. അവസരമോ? നല്ല മനുഷ്യനാണെന്ന് തെളിയിക്കാൻ. ആദ്യമായി മീര അവനെ നോക്കിയൊന്ന് ചിരിച്ചു. അത് കണ്ടപ്പോൾ അർജുൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു. ആ ചിരി അവനെ അപ്രതീക്ഷമായി അവൻ്റെ മനസ്സിനെ സ്പർശിച്ചു. അവൻ ഉടൻ നോട്ടം മാറ്റി. ആ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ മീരക്ക് ഉറക്കം വന്നില്ല. അർജുൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നല്ല മനുഷ്യനാണെന്ന് തെളിയിക്കാൻ. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ ആദ്യമായൊരു പുതിയ വികാരം ജനിക്കുകയായിരുന്നു. ഭയത്തിനും വിശ്വാസത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു വികാരം. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ അത് പ്രണയത്തിൻ്റെ ആദ്യ ചുവടുകളായിരുന്നു. ആ ദിവസത്തിന് ശേഷം മീരയുടെ മനസ്സിൽ എന്തൊക്കെയോ മാറാൻ തുടങ്ങിയിരുന്നു. മുമ്പ് അർജുൻ വീട്ടിൽ വരുമ്പോൾ അവൾ മുറിയിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ അവൻ അറിയാതെ അവൻ വന്നു എന്ന് ശ്രദ്ധിക്കും. അവൻ്റെ കാർ ഗേറ്റിലൂടെ അകത്തേക്ക് വരുന്നത് കണ്ട ജനലിലേക്ക് നടക്കും. പിന്നെ സ്വയം ശകാരിക്കും. എന്താ മീരെ, നീ ഇത്രയൊക്കെ ചിന്തിക്കുന്നത്? പക്ഷെ ഹൃദയത്തോട് തകർക്കാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ മീര ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ഇത്ര നേരത്തെ എഴുന്നേറ്റോ? അവൾ തിരിഞ്ഞു നോക്കി. അർജുൻ. എനിക്ക് ഉറക്കം വന്നില്ല. അതാ. എനിക്കും. ഒരു നിമിഷം രണ്ടുപേരും മിണ്ടാതിരുന്നു. പിന്നെ അർജുൻ അവളുടെ കയ്യിലുള്ള വെള്ളക്കുഴൽ വാങ്ങി. താ, ഞാൻ സഹായിക്കാം. നിങ്ങളോ? എന്താ, ഞാൻ മനുഷ്യനല്ലേ? അവൻ ചിരിച്ചു. അവളും അറിയാതെ ചിരിച്ചു. അവർ കുറച്ചു നേരം ഒരുമിച്ച് സമയം ചിലവഴിച്ചു. വലിയ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പങ്കുവെച്ചു. ഇഷ്ടങ്ങൾ, കുട്ടിക്കാല ഓർമ്മകൾ, പുസ്തകങ്ങൾ. നിനക്ക് വായിക്കാൻ ഇഷ്ടമാണോ? പിന്നെ ഒരുപാട്. ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നത് പുസ്തകത്തിലായിരുന്നു.
ഇവിടെ വന്നേ പിന്നെ അതിന് പറ്റിയിട്ടില്ല. ഇവിടെ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ടല്ലോ. എൻ്റെ റൂമിലെ ഷെൽഫിലുണ്ട്. ഇതാവാ കാണിച്ചു തരാം. അവൻ അവളെ കൂട്ടി റൂമിലേക്ക് നടന്നു. അവൾക്ക് വായിക്കാനായി പുസ്തകങ്ങൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ദാ, ഇതിൽ നിനക്ക് വേണ്ടത് എടുത്തു വായിച്ചു. മീര സന്തോഷത്തോടെ ബുക്സ് നോക്കാൻ തുടങ്ങി. മുകളിലെ പുസ്തകം എടുക്കാൻ വലിഞ്ഞതും സ്റ്റൂള് നിളങ്ങി ബാലൻസ് നഷ്ടപ്പെട്ട് താഴേക്ക് വീഴാൻ പോയി. അമ്മേ! പെട്ടെന്ന് അവൻ്റെ കൈകൾ വന്ന് അവളെ പിടിച്ചു. അവൾ നേരെ അർജുൻ്റെ നെഞ്ചിലേക്ക് വീണു. മീരയുടെ ശ്വാസം നിലച്ചു. അവൻ്റെ കൈകൾ അവളുടെ അരക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവരുടെ മുഖങ്ങൾ തമ്മിൽ വളരെ അടുത്തായി നിന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മീരയുടെ ഹൃദയം അതിവേഗം ഇടിക്കാൻ തുടങ്ങി. അവൾക്ക് ആ ശബ്ദം അവനും കേൾക്കുമോ എന്ന് പോലും തോന്നി. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. അർജുൻ പതിയെ ചോദിച്ചു, സൂക്ഷിക്കേണ്ടടോ. മീരക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ തല കുലുക്കി. അപ്പോഴാണ് ഇരുവരും പരസ്പരം ചേർന്ന് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയത്. മീര പെട്ടെന്ന് പിന്നോട്ട് മാറി. മുഖം ചുവന്നിരുന്നു. അർജുനും ചെറുതായി ചിരിച്ചു. ശേഷം രണ്ടുപേർക്കും മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം മീര നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയി. ഡ്രൈവറും കൂടെയുണ്ടായിരുന്നു. അവൾ ഒരു കടയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആരെ തന്നെ നിരീക്ഷിക്കുന്നത് പോലെ തോന്നി. അവൾ തിരിഞ്ഞു നോക്കി. രണ്ടപരിചിതർ. അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു. മീരക്ക് എന്തോ അസ്വസ്ഥത നിറഞ്ഞു. അവൾ വേഗത്തിൽ നടന്നു. അവരും പിന്നാലെ വന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൾ ഫോണെടുത്തു. അറിയാതെ തന്നെ അവൾ ആദ്യം ഡയൽ ചെയ്തത് അർജുൻ്റെ നമ്പർ. ഹലോ അർജുൻ. അവളുടെ ശബ്ദം വിറച്ചു. എന്താ മീര? എനിക്ക് പേടിയാകുന്നു. ആരോ എന്നെ പിന്തുടരുന്നുണ്ട്. നീ എവിടെയാണ്? 20 മിനിറ്റിനുള്ളിൽ മാളിന് മുന്നിൽ കറുത്ത കാറുകൾ വന്നു നിന്നു. അർജുൻ പാഞ്ഞിറങ്ങി. അവൻ്റെ കണ്ണുകൾ ചുറ്റും മീരയെ തിരഞ്ഞു. മീരയെ കണ്ട നിമിഷം അവൻ നേരെ അവളുടെ അടുത്തേക്ക് ഓടി. എന്താ പറ്റിയത്? അവൻ അവളുടെ തോളുകളിൽ പിടിച്ചു ചോദിച്ചു. ആദ്യമായി മീര അവൻ്റെ കണ്ണുകളിൽ ഭയം കണ്ടു. അവൾക്ക് വേണ്ടിയുള്ള ഭയം. ഞാൻ ഓക്കെയാണ്. അർജുൻ ഒരു ദീർഘശ്വാസം വിട്ടു. മീര അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൻ അവളെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. ഇനി പേടിക്കണ്ട, അവൻ പതുക്കെ പറഞ്ഞു. ഞാനുണ്ടല്ലോ. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്നു രാത്രി വീട്ടിൽ തിരിച്ചെത്തിയിട്ടും അവൾക്ക് പേടി മാറിയില്ല. അവൾ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. അർജുൻ അങ്ങോട്ട് വന്നു. ഉറങ്ങിയില്ലേ? ഇല്ല. നിന്റെ പേടി മാറിയില്ലേ? മീര ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകളിൽ തന്നെ ഉത്തരമുണ്ടായിരുന്നു. അർജുൻ കുറച്ചു നേരം അവളെ നോക്കി പതിയെ അടുത്തേക്ക് ചെന്നു. മീര, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? അവൾ തല കുലുക്കി. എന്തിനാ എന്നെ വിളിച്ചത്? എന്ത്? ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ പോലീസിനെയല്ലേ വിളിക്കുക? അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവർ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവൻ അവളുടെ മനസ്സറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചു. നീ എന്നെയാണ് ആദ്യം വിളിച്ചത്. മീരയുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. അവൾക്ക് മറുപടി അറിയുമായിരുന്നു, പക്ഷെ പറയാൻ മടിയായിരുന്നു. അവൾ മിണ്ടാതിരുന്നത് കണ്ടപ്പോൾ അർജുൻ ചെറുതായി ചിരിച്ചു. അവൻ തിരിഞ്ഞു പോകാൻ തുടങ്ങി. അർജുൻ. അവൻ തിരിഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ വന്നാൽ എനിക്ക് സുരക്ഷിതമായി തോന്നും. ആ വാക്കുകൾ കേട്ട നിമിഷം അർജുൻ്റെ കണ്ണുകളിൽ സന്തോഷം മിന്നി. അവനൊന്നും മിണ്ടാതെ അവിടുന്ന് പോയി. പക്ഷേ രാത്രി മുതൽ അവൻ്റെ ഹൃദയവും മാറാൻ തുടങ്ങി. അവൻ മനസ്സിലാക്കി തുടങ്ങി, മീര ഇനി തൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ദിവസത്തിന് ശേഷം മീരയും അർജുനും തമ്മിലുള്ള ബന്ധം മാറി. അത് പെട്ടെന്നുണ്ടായ മാറ്റമല്ല, പതിയെ അറിയാതെ ഹൃദയത്തിനുള്ളിലേക്ക് കയറി വന്ന ഒരടുപ്പം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരുവരും ഒരുമിച്ചിരിക്കും. വൈകുന്നേരങ്ങൾ കുറച്ച് സമയം സംസാരിച്ചിരിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും പരസ്പരം ശ്രദ്ധിക്കാൻ തുടങ്ങി. പറയാതെ തന്നെ ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കുന്ന അവസ്ഥ. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം രാത്രി മീര ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടന്നു. എന്നിട്ട് അവൾ വെള്ളം കുടിക്കാൻ താഴേക്ക് ഇറങ്ങി. ഹാളിലൂടെ നടക്കുമ്പോൾ അർജുൻ്റെ വർക്ക് ചെയ്യുന്ന റൂമിൽ വെളിച്ചം കണ്ടു. അകത്ത് അർജുൻ ഒരു ഫയൽ നോക്കിയിരിക്കുകയായിരുന്നു. ഇതുവരെ ഉറങ്ങിയില്ലേ? അർജുൻ തലയുയർത്തി നോക്കി. നീയും ഉറങ്ങിയില്ലേ? മീര അടുത്തേക്ക് നടന്നു. മേശപ്പുറത്ത് പല ഫയലുകളും ചിതറിക്കിടക്കുന്നു. അവൻ്റെ കണ്ണുകൾ ക്ഷീണിച്ചിരിക്കുന്നു. നിങ്ങളിങ്ങനെ എത്ര മണിക്കൂർ ജോലി ചെയ്യും? വർക്ക് ഫിനിഷാകുന്നത് വരെ. അതുകൊണ്ടാണ് എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നത്. അർജുൻ ചിരിച്ചു. എന്നെ നോക്കാൻ അതിനിവിടെ ആരെങ്കിലും ഉണ്ടോ? അവൻ തമാശ മട്ടിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ മീരയുടെ മുഖം പെട്ടെന്ന് ഗൗരവമായി. ഉണ്ട്. അർജുൻ അവളെ നോക്കി. മീരക്ക് താൻ എന്താണ് പറഞ്ഞതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അവളുടെ കണ്ണുകൾ താഴ്ന്നു. അർജുൻ പതിയെ എഴുന്നേറ്റു അവൾക്ക് നേരെ നടന്നു. മീരയുടെ ഹൃദയം അതിവേഗം എടുക്കാൻ തുടങ്ങി. അവൻ അവളുടെ അടുത്ത് ചെന്ന് നിന്നു. അവൾ ഒന്ന് ബാക്കിലേക്ക് നീങ്ങി. അവൻ ഒന്നുകൂടി അടുത്തേക്ക് ചേർന്ന് നിന്നു.
അവൾക്ക് അവൻ്റെ ശ്വാസം പോലും അനുഭവിക്കാൻ കഴിയുന്നത്ര അടുത്ത്. മീര, അവൻ്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു. നിനക്കറിയാമോ എന്ത്? നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമാധാനം തോന്നി. മീരയുടെ ശ്വാസം വന്ന് തടഞ്ഞു. അവൾ തലയുയർത്തി. അവരുടെ കണ്ണുകൾ വീണ്ടും തമ്മിൽ കൂട്ടിമുട്ടി. രണ്ടുപേരും തമ്മിൽ നോട്ടം മാറ്റിയില്ല. അർജുൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ നിന്ന് പതിയെ കവിളുകളിലേക്ക് നീങ്ങി, പിന്നെ ചുണ്ടുകളിലേക്ക്. മീരയുടെ ഹൃദയം കൂടുതൽ തിളമിടിച്ചു. അവൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായിരുന്നു. അർജുന് മനസ്സിലായിരുന്നു. ഒരു നിമിഷം അവൻ പതിയെ അവളുടെ മുഖത്തേക്ക് കൈനീട്ടി. മീര അനങ്ങാതെ നിന്ന്. അവൻ്റെ വിരലുകൾ അവളുടെ കവിളിൽ മൃദുവായി സ്പർശിച്ചു. മീര, നീ വളരെ സുന്ദരിയാണ്, അവൻ പതുക്കെ പറഞ്ഞു. മീരയുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. അവൻ അവളുടെ നെറ്റിയിലേക്ക് ചായ്ഞ്ഞ് ഒരു മൃദുവായ ചുംബനം നൽകി. ഈ ചെറിയ നിമിഷങ്ങൾ, പക്ഷെ അത് ഇരുവരുടെയും ഹൃദയത്തെ സ്പർശിച്ചു. അർജുൻ ഉടനെ പിന്നോട്ട് മാറി. കാരണം അവൻ അവളെ ഒരിക്കലും അസ്വസ്ഥയാക്കാൻ ആഗ്രഹിച്ചില്ല. ഗുഡ് നൈറ്റ് മീര, പോയി ഉറങ്ങിക്കോ, അതും പറഞ്ഞാൽ വെപ്രാളപ്പെട്ട് തിരിഞ്ഞ് നടന്നു. മീര അവിടെ തന്നെ നിന്നു. ചുണ്ടുകളിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ആദ്യമായി അവളുടെ മനസ്സ് സമ്മതിക്കുകയായിരുന്നു താൻ അർജുനെ സ്നേഹിക്കുന്നെന്ന്. എന്നാൽ ഇരുവരും അറിയാതെ അവരുടെ സന്തോഷത്തിന് മേൽ ഒരു നിഴൽ വീഴാൻ തുടങ്ങുകയായിരുന്നു. അർജുൻ്റെ പഴയ ശത്രുക്കൾ വീണ്ടും രംഗത്തിറങ്ങിയിരുന്നു. അവരുടെ ലക്ഷ്യം പണമോ അധികാരമോ അല്ല. അർജുൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം മീര. ആ രാത്രിക്ക് ശേഷം മീരയുടെ ലോകം തന്നെ മാറിയിരുന്നു. രാവിലെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അർജുനെയായിരുന്നു. അവനെ കാണുമ്പോൾ ഹൃദയം അറിയാതെ മേഘത്തിൽ മിടിക്കും. അവൻ സംസാരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഒരിക്കൽ പേടിച്ചിരുന്ന മനുഷ്യൻ ഇപ്പോൾ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിയിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം മീരയെ അലട്ടിയിരുന്നു. ഇത്രയും ദിവസമായിട്ടും അർജുൻ ഒരിക്കലും തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നില്ല. അവൻ്റെ കണ്ണുകളിൽ പ്രണയമുണ്ടായിരുന്നു, പ്രവൃത്തികളിൽ കരുതലുണ്ടായിരുന്നു. പക്ഷെ വാക്കുകൊണ്ട് അവൻ പറയുന്നില്ല. മീര, അവൻ്റെ വിളി കേട്ട് അവൾ അവിടേക്ക് ചെന്നു. നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, 2 ദിവസം പുറത്തായിരിക്കും. മീരയുടെ മുഖം പെട്ടെന്ന് മാറി. അത് മറക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും അർജുൻ അത് ശ്രദ്ധിച്ചു. എന്തേ? ഒന്നുമില്ല. എന്നെ മിസ് ചെയ്യുമോ? അവൻ കളിയാക്കി ചോദിച്ചു. മീര പെട്ടെന്ന് നോട്ടം മാറ്റി. അത് കണ്ട് അർജുൻ ചിരിച്ചു. പിറ്റേന്ന് രാവിലെ അർജുൻ യാത്ര തിരിച്ചു. കാർ ഗേറ്റിന് പുറത്തേക്ക് പോകുന്നത് വരെ മീര നോക്കി നിന്നു. വീട് പെട്ടെന്ന് ശൂന്യമായത് പോലെ തോന്നി. ആ ദിവസം മുഴുവൻ അവൾക്കൊരു സമാധാനവും ഉണ്ടായില്ല. ഒരു തരം അസ്വസ്ഥത, എന്തോ മോശം സംഭവിക്കാൻ പോകുന്നത് പോലെ. വൈകുന്നേരം മീര അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചു. ഡ്രൈവറെ വിളിച്ചു അവൾ ക്ഷേത്രത്തിൽ പോയി. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരു വാൻ അവരുടെ മുന്നിൽ വന്ന് നിർത്തി. സംഭവിച്ചതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ. കറുത്ത വസ്ത്രം ധരിച്ച് ചിലർ പുറത്തേക്ക് ചാടി. ഡ്രൈവറെ അവർ ആക്രമിച്ചു. നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒരാൾ അവളുടെ വായ പൊത്തി. അടുത്ത നിമിഷം അവളെ വാനിലേക്ക് വലിച്ചു കയറ്റി. വാൻ അതിവേഗം അവിടെ നിന്ന് പാഞ്ഞുപോയി. അതേസമയം നഗരത്തിന് പുറത്തുള്ള ഒരു മീറ്റിങ്ങിലായിരുന്നു അർജുൻ. അവൻ്റെ ഫോൺ മുഴങ്ങി. സാർ, മാഡത്തെ തട്ടിക്കൊണ്ടുപോയി. വാക്കുകൾ കേട്ട നിമിഷം അർജുൻ്റെ മുഖം വിളറി വെളുത്തു. എന്ത്? ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന്. ബാക്കി കേൾക്കാൻ പോലും അവൻ നിന്നില്ല. ഫോൺ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. യഥാർത്ഥ ഭയം. കാരണം ഇത്തവണ നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു ബിസിനസ്സോ പണമോ അല്ല, മീരയായിരുന്നു. ഒരു പഴയ ഗോഡൗൺ. കസേരയിൽ കെട്ടിയിരിക്കുകയായിരുന്നു മീരയെ. അവൾ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വാതിൽ തുറന്ന് ഒരു മനുഷ്യൻ അകത്തേക്ക് വന്നത്. അവൻ്റെ മുഖത്ത് അപകടകരമായ ഒരു ചിരിയുണ്ടായിരുന്നു. അർജുൻ വർമ്മയുടെ ഭാര്യ. അവൻ പറഞ്ഞു, നിനക്കറിയാമോ, നീ ഇപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. മീര ഒന്നും പറഞ്ഞിരുന്നില്ല. അതേസമയം നഗരത്തിൻ്റെ മറുവശത്ത് അർജുൻ തൻ്റെ ആളുകളുമായി നിൽക്കുകയായിരുന്നു. അവൻ്റെ മുന്നിൽ മീരയെ തടവിലാക്കിയ ലൊക്കേഷൻ നോക്കുകയായിരുന്നു. സാർ, അതൊരു ട്രാപ്പായിരിക്കാം. ആയിരിക്കാം, അർജുൻ മറുപടി പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ പോകണം. അത് അപകടമാണ് സാർ. അർജുൻ കണ്ണുകൾ അടച്ചു. മീരയുടെ ചിരി അവൻ്റെ മനസ്സിലേക്ക് വന്നു. അവൾ അന്ന് പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു. നിങ്ങൾ വന്നാൽ എനിക്ക് സുരക്ഷിതമായി തോന്നും. അവൻ പതിയെ കണ്ണുകൾ തുറന്നു. അവൾ അവിടെ ഒറ്റക്കാണ്. അവൻ്റെ ശബ്ദം ഉറച്ചിരുന്നു. ഞാൻ പോകാതെ ശരിയാവില്ല. ആദ്യത്തെ രാത്രി ഗോഡൌണിന് ചുറ്റും നിശബ്ദത. അർജുൻ അവിടെ എത്തിയിരുന്നു. അവൻ്റെ കണ്ണുകൾ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീരയെ തിരികെ കൊണ്ടുവരണം. എന്ത് വില കൊടുത്തും അർജുൻ മുന്നോട്ട് നടന്നു. അതേസമയം ഗോഡൌണിനുള്ളിൽ മീരയുടെ കൈകൾ ഇപ്പോഴും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു.
പെട്ടെന്നാണ് പുറത്തുനിന്ന് ഒരേ ശബ്ദങ്ങൾ കേട്ടത്. ആളുകൾ ഓടുന്നു, ആരോ നിലവിളിക്കുന്നു. പിന്നെ വാതിൽ ശക്തിയായി തുറന്ന് അകത്തേക്ക് പറന്നു വീണു. മീര ഞെട്ടി തല ഉയർത്തി. വാതിലിന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി. അർജുൻ! മീരയുടെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞു. അർജുൻ അവളെ ഉറക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ഓടി. കയ്യിലെ കെട്ടുകൾ അയച്ചു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അവൻ്റെ ശബ്ദത്തിൽ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. മീര കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. നിങ്ങൾ വന്നല്ലോ. എനിക്കറിയാമായിരുന്നു നിങ്ങൾ വരുമെന്ന്. വാക്കുകൾ കേട്ടപ്പോൾ അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ ശക്തമായി ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവർക്ക് ചുറ്റുമുള്ള ലോകം ഇല്ലായിരുന്നു. പിന്നിൽ നിന്ന് ഒരാളുടെ ശബ്ദമുയർന്നു. ഇത്ര പെട്ടെന്ന് പോകാനാണോ? അർജുൻ തിരിഞ്ഞു. അവൻ്റെ പഴയ ശത്രു രാഘവ്, കയ്യിൽ തോക്ക്. അവൻ്റെ ആളുകൾ ചുറ്റുമുണ്ട്. ഞാൻ പറഞ്ഞില്ല അർജുൻ? രാഘവ് ചോദിച്ചു. നിന്റെ ദൗർബല്യം കണ്ടെത്തുമെന്ന്? മീരയുടെ കൈ അറിയാതെ അർജുൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവൻ പതി അവളുടെ മുന്നിൽ നിന്നും അവളെ മറച്ചുകൊണ്ട്. അവളെ വിട്. എന്നെ വേണമെങ്കിൽ എടുത്തോളൂ. രാഘവ് പൊട്ടിച്ചിരിച്ചു. ഇപ്പോൾ സ്നേഹിക്കാൻ പോലും പഠിച്ചോ നീ? അർജുൻ്റെ മുഖം ഗൗരവമായി. അതെ. ആ മറുപടി കേട്ട് മീര അവനെ നോക്കി. ആദ്യമായാണ് അവൻ അത് സമ്മതിക്കുന്നത്. അടുത്ത നിമിഷം ഒരു വെടിയച്ച ഗോഡൗൺ മുഴുവൻ പ്രതിധ്വനിച്ചു. മീര നിലവിളിച്ചു, അർജുൻ! അവൻ അവളുടെ മുന്നിലേക്ക് ചാടി നിന്നിരുന്നു. വെടിയുടെ അവൻ്റെ തോളിൽ തട്ടി. അവൻ പിന്നോട്ടാടി, പക്ഷെ വീണില്ല. അവൻ്റെ ആളുകൾ അപ്പോഴേക്കും അകത്തേക്ക് കയറി സംഘർഷം തുടങ്ങി. അല്പനേരത്തിനുള്ളിൽ എല്ലാം അവസാനിച്ചു. രാഘവും സംഘവും പിടിയിലായി. പക്ഷെ അർജുൻ നിലത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. തോളിൽ നിന്ന് രക്തമൊഴുകുന്നു. മീര അവൻ്റെ അകത്തേക്കൂടി. അർജുൻ! അവളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്തു. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, അവൾ കരഞ്ഞു. ഞാൻ ഓക്കെയാണ് മീര, കള്ളം പറയണ്ട. പെട്ടെന്ന് അവൻ തളർന്നു താഴെ വീണു. ആശുപത്രി. ഓപ്പറേഷൻ ദേഹത്തിന് പുറത്ത് മീര ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ ആദ്യമായി അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവനെ എനിക്ക് തിരികെ തരണം. മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തു വന്നു. ഓപ്പറേഷൻ സക്സസ്. വാക്കുകൾ കേട്ടപ്പോൾ മീര കരഞ്ഞുകൊണ്ട് ചിരിച്ചു. അടുത്ത ദിവസം അർജുൻ കണ്ണുകൾ തുറന്നു. അവൾ അവൻ്റെ കിടക്കരികിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കണ്ണുകൾ കരഞ്ഞു ചുവന്നിരുന്നു. നീ ഉറങ്ങിയില്ലേ? അവൻ പതിയെ ചോദിച്ചു. മീരയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എങ്ങനെ ഉറങ്ങും? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? അവളുടെ ശബ്ദം മുറിഞ്ഞു. അർജുൻ അവളുടെ കൈ പിടിച്ചു. മീര, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. നീ എന്തിനാ ഇത്ര കരഞ്ഞത്? ഇത്ര കരയാൻ മാത്രം എന്താ? ഉറക്കം വിളിച്ച് ഇവിടെ ഇരിക്കുന്നത് എന്തിനാ? മീര കുറച്ചു നേരം അവനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ചെറുതായി ചിരിച്ചു. കണ്ണുനീർ തുടച്ചു. പിന്നെ അവൻ്റെ കയ്യിൽ അമർത്തി ചുംബിച്ചു. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവളുടെ ശബ്ദം വളരെ മൃദുവായിരുന്നു. ആ നിമിഷം അർജുൻ ഒന്നും മിണ്ടിയില്ല. അവൻ അവളെ നോക്കി പതിയെ അവളുടെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് കരഞ്ഞു. കുറച്ചു കാലമായി താൻ കേൾക്കാൻ കൊതിച്ച വാക്ക്. വർഷങ്ങളായി അന്വേഷിച്ചിരുന്ന സുരക്ഷിതത്വം, സ്നേഹം, സ്വന്തമെന്ന് വിളിക്കാൻ ഒരാൾ അവൾക്ക് കിട്ടിയിരിക്കുന്നു. അർജുൻ അവളുടെ നെറ്റിൽ മൃദുവായൊരു ചുംബനം നൽകി. ഇനി മുതൽ നിന്നെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മീര അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവൾ ചിരിച്ചു. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും വരെ. അങ്ങനെ പണത്തിന് വേണ്ടി നടന്ന ഒരു വിവാഹം യഥാർത്ഥ പ്രണയകഥയായി മാറി. ഒരിക്കൽ പരസ്പരം അന്യരായിരുന്ന രണ്ട് മനുഷ്യർ ഇപ്പോൾ പരസ്പരം അവരുടെ ലോകമായി മാറിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇനി വെല്ലുവിളികൾ ഉണ്ടാകും, പ്രശ്നങ്ങളും വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, അവർ ഇനി ഒറ്റയ്ക്കല്ല. കാരണം പ്രണയം അവരെ ഒരുമിപ്പിച്ചിരുന്നു.